ഫാമിലി ഇൻ ബിസിനസ് അവർക്ക് അവരുടേതായ ഒരു ഫാമിലി ഗവർണൻസ് വേണം, അവരുടേതായ പോളിസികൾ വേണം. ഇത് കേൾക്കും പല ആൾക്കാർക്കും അതൊരു തമാശയായിട്ട് തോന്നും, ഒരു കുടുംബത്തിന് ഒരു ഗവർണൻസോ ഒരു ഭരണഘടന. പക്ഷേ നമ്മളുടെ ബിസിനസ് ഒരു 100 കൊല്ലം നിലനിൽക്കണം, 2-3 ജനറേഷൻ മുകളിൽ പോകണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൺ ഈസ് ദാറ്റ് ഫൗണ്ടറിന് ഒരു കോമൺ വിഷൻ ഉണ്ടാവും. അയാൾക്ക് ഇന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാളുടെ മക്കളോട് പറയാം ഞാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കുടുംബം ഇങ്ങനെ ആവണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാദറും ആ മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ മുകളിൽ ദേ വിൽ കണ്ടിന്യൂ ദാറ്റ് ആൻഡ് ആ ഒരു കൾച്ചർ കീപ്പ് ചെയ്യാൻ നെക്സ്റ്റ് ജനറേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകും. കാരണം ദർ ഈസ് എ ഗൈഡ് ലൈൻ. ഇനി ഈ ഫൗണ്ടറായിട്ടുള്ള ആൾ ഇതൊന്നും ചെയ്യാതെ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ 4, 5, 6, 7 മക്കൾ അവരൊക്കെ ഇൻഡിപെൻഡൻറ്റ് പീപ്പിളാണ്. ഇവരിടയിൽ പിന്നെ ഒരു ടേബിളിൽ ചുറ്റി നിങ്ങളുടെ കൺസെൻസ് എത്തിക്കൽ പോസിബിൾ അല്ല. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ്. ഈവൻ ഇഫ് ദേ ലൈക്ക് ഈച്ച് അതർ, ഈവൻ ഇഫ് ദേ ഹാവിങ് ഗുഡ് ടേംസ്. ഈ ബാഡ് ടേംസ് ആണെങ്കിൽ നമ്മളിതൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. ഞാൻ പറഞ്ഞ ഗുഡ് ടേംസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നത്. പല ഫൗണ്ടേഴ്സ് ആലോചിക്കൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എൻ്റെ കാലശേഷം അവർ തീരുമാനിച്ചോട്ടെ എങ്ങനെ വേണ്ടെന്നുള്ളത്. ഞാനിപ്പോൾ അയക്കൊന്ന് ഇടപെടില്ല വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ യൂഷ്വലി എന്ത് സംഭവിക്കുന്ന അറിയാം, ആ ബിസിനസ് 4-5 കഷ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോകും. കാരണം എല്ലാവരും ആലോചിക്കും വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്കത് വീതിച്ച് കളയുക, അല്ലെങ്കിൽ അത് വിൽക്കുക, അല്ലെങ്കിൽ അത് അവരവരെ ഷെയർ പുറത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചില ആൾക്കാർ എക്സിറ്റ് ആവും. ചില ആൾക്കാർ എക്സിറ്റ് ആകുമ്പോൾ അവർക്ക് പൈസ കൊടുക്കണം, അപ്പോൾ പുറത്ത് വേറെ ഷെയർ ഹോൾഡേഴ്സ് വരും. കംപ്ലീറ്റ്ലി ആ സാധനം ഡൈല്യൂട്ടഡ് ആയിട്ട് ചിലപ്പോൾ ആ ജനറേഷൻ തന്നെ ചിലപ്പോൾ ഒന്നും ഇല്ലാതായി പോകും.